നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ പാസാക്കിയ CCS ബിൽ പിൻവലിക്കണമെന്ന് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ. പഴയ പെൻഷൻ നയം നടപ്പാക്കണം. ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ NCCPA ധർണ. പെൻഷൻകാർ CCS ബിൽ കത്തിച്ചു. ഒറ്റപ്പാലത്ത് അക്രമ സംഭവങ്ങൾ പെരുകുന്നത് തടയാൻ ജാഗ്രതയോടെ പോലീസ് സ്റ്റേഷനിൽ ഏതാനും മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 10ഓളം വധശ്രമ കേസുകൾ. ലഹരി മാഫിയയുടെ സാന്നിധ്യം നഗരജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തുകയാണെന്ന പരാതി ശക്തം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുമായി കോട്ടായി ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിപുലമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ലഹരിക്കെതിരെ പറളിയിൽ എക്സൈസ് വകുപ്പിന്റെ ബോധവൽക്കരണ റാലി. ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് പൂരം നാളെ. കുതിരക്കളിയുടെ രാവു പുലർന്നാൽ 96 ദേശങ്ങൾ കാത്തിരുന്ന വർണ്ണോത്സവം. ആര്യങ്കാവ് പൂരം ആചാരത്തനിമയുടെ ആഘോഷ സൗന്ദര്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ പാസാക്കിയ CCS ബിൽ പിൻവലിക്കണമെന്നും പഴയ പെൻഷൻ നയം നടപ്പാക്കണമെന്നും നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആവശ്യമുന്നയിച്ച് NCCPA ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പ്രതിഷേധ യോഗത്തിന് ശേഷം പെൻഷൻകാർ CCS ബിൽ കത്തിച്ചു. ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രസ്താവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്നടങ്കം രാജ്യമൊന്നാകെ ആവശ്യപ്പെടുമ്പോൾ അത് അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരെ മറിച്ച് ഭാവിയിൽ നിങ്ങൾക്ക് ഏത് മേക്കം വീട്ടുകളെ എന്ത് ചുമർച്ച ചെയ്താലും അത് കൊടുക്കണോ വേണ്ട എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന് ദാർഢ്യപൂർവ്വം ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ CCS ബിൽ പിൻവലിക്കുക, പഴയ പെൻഷൻ നയം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം. അസോസിയേഷൻ പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി R മണി അധ്യക്ഷത വഹിച്ചു. DRPU ജോയിന്റ് സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. AIPRA സംസ്ഥാന കമ്മിറ്റി അംഗം A ബാലകൃഷ്ണൻ, CGSPA ജോയിന്റ് സെക്രട്ടറി P ആറുമുഖൻ, AIBDPA ഏരിയ ജോയിന്റ് സെക്രട്ടറി CV മോഹനൻ, സ്റ്റീം ലോക്കോ എംപ്ലോയീസ് ഡിവിഷൻ സെക്രട്ടറി TN ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ യോഗത്തിനു ശേഷം പെൻഷൻകാർ CCS ബിൽ വായിച്ചതിന് ശേഷം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലത്ത് അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ ജാഗ്രതയോടെ പോലീസ്. ലഹരി മാഫിയയുടെ സാന്നിധ്യമാണ് നഗരജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നതെന്ന് പരക്കെ പരാതിയുണ്ട്. ഏതാനും ആഴ്ചകൾക്കിടെ 10ഓളം വധശ്രമ കേസുകളാണ് ഒറ്റപ്പാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഒറ്റപ്പാലം മേഖലയിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് പോലീസിനും വലിയ തലവേദനയായിട്ടുണ്ട്. പോലീസിന്റെ രാത്രികാല പട്രോളിംഗും ലഹരിക്കെതിരായ നടപടികളും കർശനമാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പോലീസും അതീവ ജാഗ്രതയിലാണ്. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിജനമായ പ്രദേശങ്ങൾ പലതും സന്ധ്യ കഴിഞ്ഞാൽ ലഹരി സംഘങ്ങളുടെ താവളമാണ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം, പുഴയോരങ്ങൾ, പാടങ്ങൾ, കയറാമ്പാറയിലെ പൂട്ടിക്കിടക്കുന്ന വനിതാ വ്യവസായ കേന്ദ്രം, മീറ്റ്ന തടയണ പ്രദേശം തുടങ്ങിയ ഭാഗങ്ങളാണ് ലഹരി സംഘങ്ങൾ കൈയടക്കുന്നത്. സൗഹൃദത്തോടെ ലഹരി ഉപയോഗിക്കുന്നവരാണ് പിന്നീട് പലപ്പോഴും ഏറ്റുമുട്ടുന്നത്. ഇത്തരം അക്രമ സംഭവങ്ങളിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 7ഓളം വധശ്രമ കേസുകളാണ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ മാസം 10-ന് രാത്രി പാലപ്പുറം മുണ്ടഞ്ഞാറയിൽ മദ്യപാനത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 7 പേർ പിടിയിലായി. 17-ന് മീറ്റ്ന സ്വദേശിക്ക് ഈസ്റ്റ് ഒറ്റപ്പാലം ചുനങ്ങാട് റോഡ് കവലയിൽ വെച്ച് കുത്തേറ്റു. ഒറ്റപ്പാലം NSS കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ എതിർവിഭാഗം കഴുത്തിൽ കേബിൾ മുറുക്കി ആക്രമിച്ചത് ഇക്കഴിഞ്ഞ 24-നാണ്. മീറ്റ്നയിൽ അതിർത്തി തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഒരാളെ തെർമോകോൾ മുറിക്കുന്ന കത്തി ഉപയോഗിച്ച് മുതുകിൽ കീറി മുറിവേൽപ്പിച്ചിരുന്നു. പരിക്കേറ്റയാളുടെ സഹോദരപുത്രൻ വധശ്രമ കേസിൽ അറസ്റ്റിലായി. മീറ്റ്നയിലാണ് തിങ്കളാഴ്ച രാത്രി പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റ അക്രമ സംഭവമുണ്ടായത്.
അക്രമ സംഭവങ്ങൾ തുടരുമ്പോൾ ജാഗ്രത കൂടുതൽ കർശനമാക്കാനുള്ള നീക്കത്തിലാണ് ഒറ്റപ്പാലം പോലീസ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാൻ വിപുലമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കോട്ടായി ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, SCERT, കൈറ്റ്, ഡയറ്റ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുഴൽമന്നം ബ്ലോക്ക് പരിധിയിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിക്കുകയും ആയതിൻ്റെ ഭാഗമായി ഓരോ പഞ്ചായത്ത് തല സെമിനാറുകൾ നടത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഷാജി PS ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത CR, ജില്ലാ പഞ്ചായത്ത് അംഗവും കുഴൽമന്ദം BPCയുമായ അഭിലാഷ് തച്ചങ്കാട്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനീത V, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാധാമോഹനൻ, മഹേഷ് കുമാർ, കുഴൽമന്ദം AEO വിക്ടർ ഡേവിഡ്, BRC ട്രെയിനർമാരായ U ഹബീബ് റഹ്മാൻ, ഡോക്ടർ ജെഷി, ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ N നിഷാന, S സജറത്ത് എന്നിവർ സംസാരിച്ചു. കോട്ടായി പഞ്ചായത്തിലെ പ്രധാനാധ്യാപകർ, PTA ഭാരവാഹികൾ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ആശാവർക്കർമാർ, ICDS ഉദ്യോഗസ്ഥർ, CDS അംഗങ്ങൾ തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം അടുത്ത അധ്യയന വർഷം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി പബ്ലിഷ് ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ നടത്തിപ്പിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറായി വിവിധ മേഖലകളിലെ പ്രതിനിധികൾ അടങ്ങുന്ന പഞ്ചായത്ത് തല മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സിനിമാ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കൈമുതലായി ഉണ്ടായിരുന്നത് 6 വർഷത്തെ ഒറ്റപ്പാലം NSS കോളേജ് ജീവിതം സമ്മാനിച്ച അനുഭവങ്ങൾ മാത്രമായിരുന്നുവെന്ന് സംവിധായകൻ ലാൽ ജോസ്. പാലപ്പുറം വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ 16ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര ലോകത്ത് ആരംഭഘട്ടങ്ങളിൽ കോളേജ് ജീവിതം നൽകിയ ആത്മധൈര്യം വിസ്മരിക്കാനാവില്ലെന്നും ലാൽ ജോസ് പറഞ്ഞു. ഉദ്ഘാടനം കഴിയുന്നതോടെ പല സംഘടനകളും നിശ്ചലമാകുന്ന ഈ കാലഘട്ടത്തിൽ സംഘടനയെ 16 വർഷം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണെന്നും വിദ്യാനഗർ അസോസിയേഷന്റെ ഭാരവാഹികൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടനത്തിന് ശേഷം കലാപരിപാടികൾ വീക്ഷിച്ചും പഴയ ഗുരുക്കന്മാരോട് കുശലാന്വേഷണം നടത്തിയും സ്നേഹവായ്പകൾ പങ്കുവച്ചുമാണ് ലാൽ ജോസ് മടങ്ങിയത്. പാലപ്പുറം NSS കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പ്രൊഫസർ A ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ മുൻകാല ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു. ജനറൽ സെക്രട്ടറി മനോജ് സ്റ്റീഫൻ, ട്രഷറർ ശിവദാസൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലഹരിക്കെതിരെ പറളിയിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി നടത്തി. ലഹരിക്കെതിരെ കൈകോർക്കാം, നല്ല നാളേക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്.
വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും പറളി ചന്തപ്പുരയിൽ നിന്നും ചെക്ക് പോസ്റ്റ് വരെ ലഹരി വിരുദ്ധ റാലിയും നടത്തി. എക്സൈസ് വകുപ്പ് മേധാവി കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കെ കെ പ്രീത അധ്യക്ഷത വഹിച്ചു. പറളി മെഡ്കെയർ ക്ലിനിക്കിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മച്ചാട്ട് ബാലകൃഷ്ണ മേനോൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മൻസൂർ അലി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഗർത്ത ട്യൂഷൻ സെന്റർ ചെയർമാൻ അരുൺ CL സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് പൂരം നാളെ. കുതിരക്കളിയുടെ ആവേശം വാനോളം ഉയർന്നു പൊങ്ങുന്ന രാവ് പുലർന്നാൽ 96 ദേശങ്ങൾക്ക് പൂരമാണ്. മീനക്കൊടും ചൂടിനെ ആവേശം കൊണ്ട് വകഞ്ഞു മാറ്റുകയാണിവിടെ. ഈ രാവ് ആര്യങ്കാവ് മുറ്റത്ത് വാനിലേക്ക് കുതിച്ചുയരുന്ന കുതിരകളിയുടെ ആവേശം നിറയുന്നത്. 96 ദേശങ്ങളുടെ തട്ടകത്തിൽ ചരിത്രപ്രസിദ്ധമായ പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. ക്ഷേത്രപരിസരത്തെ വലിയ പൂരപ്പറമ്പും കവളപ്പാറ കൊട്ടാരപ്പറമ്പും കുതിരകളിയുടെയും പൂരത്തിൻ്റെയും ദിനങ്ങളിൽ ജനനിബിഡമാകും. ത്രാങ്ങാലി, മാന്നനൂർ, കള്ളേക്കാട്, ചുടുവാലത്തൂർ, ഷൊർണൂർ, നെടുങ്ങോട്ടൂർ, പനയൂർ, വെള്ളിയാട് ദേശക്കുതിരകളാണ് കുതിരകളിയുടെ രാവിൽ ക്ഷേത്രാങ്കണത്തിലിറങ്ങി കളിച്ച് വലം വെച്ച് മടങ്ങുക. പൂരം ദിനമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഏക പെൺകുതിരയായ മുണ്ടായ കൊടിച്ചിക്ക് ആചാരപരമായ സ്വീകരണം നൽകും. പിന്നീട് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ കാരക്കാട് കവളപ്പാറ ദേശക്കുതിരകളെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. വാണിയംകുളം, കാരേക്കാട്, എടക്കോട്, കല്ലിപ്പാടം, കുളപ്പുള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇണക്കാളകളും പൂരത്തിൻ്റെ പൊലിമ കൂട്ടും. സന്ധ്യയ്ക്ക് മുണ്ടായ കൊടിച്ചി തൊഴുതു കയറുന്നതോടെയാണ് പകൽപൂരത്തിന് സമാപനമാവുക. പൂരത്തിൻ്റെ അനുബന്ധ പരിപാടികൾ ആവേശകരമായി തുടരുകയാണ്. ക്ഷേത്രാങ്കണത്തിൽ സായാഹ്നങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജീവിതത്തിൽ ആദ്യമായി കലാമണ്ഡലം കണ്ടതിന്റെ സന്തോഷത്തിലാണ് 68 വിദ്യാർത്ഥിനികൾ. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന നൃത്ത പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനായി കേരളത്തിലെ 6 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് കേരള കലാമണ്ഡലത്തിൽ എത്തിയത്. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്ററും കേരള കലാമണ്ഡലവും സംയുക്തമായി മഹിളാ സമഖ്യയുടെ കീഴിലുള്ള കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നീ 6 ജില്ലകളിലെ ഈരുള, മുടുക, കരിമ്പാല, കുറുമാർ, പണിയ, അടീയ, കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, അറുനാടൻ, മാവിലൻ, മലവേട്ടുവ, മുതുവൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട 4ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന തിരഞ്ഞെടുത്ത 68 വിദ്യാർത്ഥികളെയാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചോട്, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നീ നൃത്തരൂപങ്ങൾ പഠിപ്പിക്കാനായി കലാമണ്ഡലത്തിലെത്തിയത്. ആദ്യമായാണ് ഇവർ കലാമണ്ഡലം കാണുന്നത്. കലാമണ്ഡലത്തിലെ കളരികളും കഥകളിയിലെ ആടയാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ ആകാംക്ഷയോടെയാണ് ഓരോ വിദ്യാർത്ഥികളും നോക്കിക്കണ്ടത്. വലിയൊരു ദൗത്യം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് ഇവർ. കാരണം പല സ്ഥലങ്ങളിലും ഇവർ ക്ലാസ്സിനും മറ്റും പോയിട്ടുണ്ടെങ്കിലും കലാമണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാൻ ഇവർ മത്സരിച്ച് ശ്രമിക്കുന്നുണ്ട്. 4 ദിവസം മാത്രമേ മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവ പഠിക്കാൻ ദിവസമുള്ളൂവെങ്കിലും ഓരോ ഡാൻസെങ്കിലും ഞങ്ങൾ പഠിക്കുമെന്ന വാശിയിലാണ് വിദ്യാർത്ഥികൾ. ഇവർക്ക് വേണ്ടി രാവും പകലുമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കാൻ കലാമണ്ഡലം മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ഡോക്ടർ രജിത രവിയും സ്കൂൾ വെക്കേഷനാണെങ്കിലും വീട്ടിൽ പോകാതെ 7ഓളം കലാമണ്ഡലം MA വിദ്യാർത്ഥികളും ഡാൻസ് പഠിക്കാനായി ഇവർക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്കറിയാവുന്ന ഗോത്ര ഡാൻസുകൾ മറ്റുള്ള കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുന്നുണ്ട്. സ്റ്റേറ്റ് കൗൺസിലിംഗ് മഹിളാ സമഖ്യ ബേബി ജോസഫ്, റിസർച്ച് ഓഫീസർ കെ സതീഷ് കുമാർ, മറ്റു ജോലിക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളോടൊപ്പം എത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടാനംകുറിശി ശ്രീ ശിവശക്തി ഭൂതത്താൻകാവ് നാഗക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരം. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വാടാനംകുറിശി ശിവശക്തി ഭൂതത്താൻകാവ് നാഗക്ഷേത്രത്തിൽ വ്യാഴാഴ്ചയാണ് വിശേഷ പൂജകളോടെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചത്. രാവിലെ 5:30 മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. കലശപൂജ, കലശാഭിഷേകം, നാഗപൂജ എന്നിവയുണ്ടായി. ബ്രഹ്മശ്രീ കരിയന്നൂർ മന ഭവത്രാധൻ നമ്പൂതിരി ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്നു.
നാഗത്താന്മാരുടെ പ്രീതിക്കായി എല്ലാ മാസവും ആയില്യം നാളിൽ ശിവനും പാർവതീദേവിക്കും ബ്രഹ്മരക്ഷസിനും പ്രത്യേക പൂജകളും വിശേഷ പൂജകളും ക്ഷേത്രത്തിൽ നടത്തിവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ വനിതാ ശാക്തീകരണത്തിന് ഒരു ചുവടുകൂടി. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഷൊർണൂർ നഗരസഭ കണയം സ്വദേശിനിക്ക് റെഡിമെയ്ഡ് വസ്ത്ര സംരംഭം അനുവദിച്ചു. ഇൻഡസ്ട്രിയൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ കൗൺസിലർ സിനി മനോജ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. തന്റെ ഏറെ നാളായുള്ള ആഗ്രഹമാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് ഗുണഭോക്താവ് കണയം കോട്ടാലപ്പറമ്പിൽ രചിത പറഞ്ഞു. ഒരുപാട് ദിവസങ്ങൾ ആഗ്രഹങ്ങളാണ് എനിക്ക് ഒരു യൂണിറ്റ് തുടങ്ങണം എന്നുള്ളത്. എനിക്ക് അതിൻ്റെ ഭാഗമായി ഷൊർണൂരിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എനിക്ക് പരിപാടിയുടെ കിട്ടി. അതിൽ ബിരുമേടം നിശ്ചയിച്ചു. ചെയർമാൻ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ജനങ്ങളെന്ന് പറയാറില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. രചിത ഈ ഒരു സംരംഭം തുടങ്ങിയത് വളരെ ഒരുപാട് വനിതകൾക്ക് പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാൻ ഒരുപാട് പേരെ സൗജന്യമായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി മുൻപ് ശ്രമിച്ചിരുന്നു. പക്ഷെ ആരും അതിന് ധൈര്യമായിട്ട് മുന്നോട്ട് വന്നിരുന്നില്ല. പക്ഷെ നമുക്ക് വാർഡ് സഭയിൽ അപേക്ഷിച്ച് ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ധൈര്യം ഉൾക്കൊണ്ട് ഇൻഡസ്ട്രിയൽ ഓഫീസറെ സമീപിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1,20,000 രൂപ ആണ് ഇതിന്റെ ഒരു ലോൺ ആവശ്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ 90,000 രൂപ സബ്സിഡി ഇപ്പൊ തന്നെ നമ്മുടെ രജിതരുടെ അക്കൗണ്ടിൽ വന്നു. വെടിക്കെട്ടിന് പ്രസിദ്ധമായ മായനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിരുത്സവ താലപ്പൊലി ഏപ്രിൽ 13 നടക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം UR പ്രദീപ് MLA അധ്യക്ഷതയിൽ ചേർന്നു. തിരുത്സവ താലപ്പൊലി ആഘോഷം ചിട്ടയായും ഭംഗിയായും ശുചിത്വപരമായും ആചാരപരമായും നടത്തുന്നതിന്റെ ഭാഗമായി MLA UR പ്രദീപ്, റവന്യൂ, പോലീസ്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ദേശകമ്മിറ്റി ഭാരവാഹികളുടെയും യോഗം ക്ഷേത്രം അഗ്രശാല ഹാളിൽ വിളിച്ചു ചേർത്തു. താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ച് 50ഓളം വളണ്ടിയർമാരെ നിയോഗിക്കുമെന്നും ക്ഷേത്ര പരിസരത്ത് കുടിവെള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിനും ശുദ്ധജല സ്രോതസ്സുകൾ ക്ലോറിനേഷൻ ചെയ്യുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഇപ്പോൾ നമ്മുടെ ഇതിന് വെടിക്കെട്ട് കൂടെ ഉള്ളതുകൊണ്ട് ADM വരെ എത്തിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയറും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അതെന്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് ഓഫീസുകളിൽ വരുന്ന എന്തെങ്കിലും വേഗത്തിലാക്കാൻ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം ഉണ്ടായ ചേലക്കര അന്തിമാകാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒപ്പം ഒരുമിച്ച് ദേശ കമ്മിറ്റിക്കാർ ഒരുമിച്ച് പിടിച്ചപ്പോൾ അത് വേഗത്തിൽ നല്ലപോലെ ഭംഗിയായി നടത്താൻ കഴിയും. ഇവിടെയും അത് തന്നെയാണ്. നമുക്ക് ധാരാളം ആളുകൾ വരുന്ന നമുക്ക് വളരെ ഭംഗിയായി ഇവിടെ മായന്നൂർക്കാവിലെ ഈ നല്ലപോലെ നമുക്ക്. കൊണ്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കുന്നംകുളം CR സന്തോഷ്, തലപ്പള്ളി തഹസിൽദാർ രാജേഷ് MR, മായന്നൂർ ദേശതാലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് CM ശശിധരൻ, കൊണ്ടാഴി ദേശതാലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് MP മുരളീധരൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് നാരായണൻ, കൊണ്ടാഴി കുടുംബ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രോഹിണി, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അബു, പഴയന്നൂർ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ AR സുരേഷ് കുമാർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ PV ആസാദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ പാസാക്കിയ CCS ബിൽ പിൻവലിക്കണമെന്ന് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ. പഴയ പെൻഷൻ നയം നടപ്പാക്കണം. ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ NCCPA ധർണ. പെൻഷൻകാർ CCS ബിൽ കത്തിച്ചു. ഒറ്റപ്പാലത്ത് അക്രമ സംഭവങ്ങൾ പെരുകുന്നത് തടയാൻ ജാഗ്രതയോടെ പോലീസ്. പോലീസ് സ്റ്റേഷനിൽ ഏതാനും മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 10ഓളം വധശ്രമ കേസുകൾ. ലഹരി മാഫിയയുടെ സാന്നിധ്യം നഗരജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തുകയാണെന്ന പരാതി ശക്തം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുമായി കോട്ടായി ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിപുലമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ലഹരിക്കെതിരെ പറളിയിൽ എക്സൈസ് വകുപ്പിന്റെ ബോധവൽക്കരണ റാലി. ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് പൂരം നാളെ. കുതിരക്കളിയുടെ രാവു പുലർന്നാൽ 96 ദേശങ്ങൾ കാത്തിരുന്ന വർണ്ണോത്സവം. ആര്യങ്കാവ് പൂരം ആചാരത്തനിമയുടെ ആഘോഷ സൗന്ദര്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.